ഓക്കെ, ഫൈനലി ഐ ആം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഗൈസ്. എനിക്ക് ഞാൻ ഭയങ്കര മിക്സഡ് ഫീലിങ്സിലാണ് ഇപ്പോൾ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടിയതിനാണോ ഒരു PG കിട്ടിയതിനാണോ ഇത്രയും ഷോന്ന്? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്ത് ആ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 വർഷങ്ങളാണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അത് സ്വപ്നം പോലെ പോയ പോലെക്കാണ് എനിക്ക് തോന്നണത്. ഇന്നലാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇത് ഗ്രൂപ്പിലിട്ടത്, അതായത് റിസൾട്ട് ഗ്രൂപ്പിലിട്ട്. അപ്പോൾ റിസൾട്ട് ഗ്രൂപ്പിൽ ഇട്ട് എല്ലാവരും ഇങ്ങനെ കൺഗ്രാജുലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ ഞാൻ ആ റിസൾട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ മാർക്ക് എന്നുപരി ഞാൻ ആ 2 വർഷത്തിലേക്കാണ് പോയത്. ഒന്നാമത് പൊതുവേ റിസൾട്ടൊക്കെ ഞാൻ അവിടെ ഉള്ള സമയത്താണ് വന്നിരുന്നത്. അപ്പോൾ ഇത് നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ അവിടെ പഠിച്ചു കഴിഞ്ഞ എൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ആ 2 വർഷത്തിലേക്ക് ഇങ്ങനെ പോയി. മൊത്തത്തിൽ എന്തൊക്കെ ഞാൻ ഇത്രയും മെമ്മറബിൾ എന്ന് പറയാൻ കാരണം അവിടെ ഉണ്ടായ നല്ല മൊമെൻറ്റ്സ് മാത്രമല്ല, എനിക്ക് കുറേ ഹാർഡ് വർക്കിംഗ് ടൈംസ്, കുറേ റിസ്കി ടൈംസ്, കുറേ ഞാൻ അങ്ങനത്തെ എന്താ പറയുക, കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഫേസ് ചെയ്ത് അതൊക്കെ ഹാപ്പിലി കൺട്രോൾ ചെയ്യാനും ഹാപ്പിലി എനിക്കത് ഫേസ് ചെയ്യാനൊക്കെ പറ്റി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഐ ആം പ്രൗഡ്. പിന്നെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ഈ 2 വർഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 2 വർഷത്തിലും ഞാനൊരു 5 പൈസ പോലും എൻ്റെ പാരൻസിനോട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. അതിൻ്റെ അക്കാഡമിക്സിനായിക്കോട്ടെ, എൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിക്കോട്ടെ, ഒരു തരത്തിലും 5 പൈസ എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല. അതിലാണ് ഒന്നാമത് ഞാൻ ഏറ്റവും പ്രൗഡായിട്ടുള്ളത്. കാരണം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, എൻ്റെ പഠിത്തം, എൻ്റെ യൂട്യൂബ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തതെന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പം ഞാൻ ചിന്തിക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോ? ഇന്നലത്തെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ, എൻ്റെ പാരൻസിനൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി എന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷം. എൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ഫീസൊന്നുമില്ല പഠിക്കാൻ, അതും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എങ്ങനെ ആയാലും നമുക്ക് ഒരു പുറത്ത് പഠിക്കുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെ ഫീസ് എത്ര കുറവാണെങ്കിലും ഒരു പാരൻസ് ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് പഠിക്കാൻ, നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല. പ്രത്യേകിച്ച് പുറത്ത് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് നോക്കണം, നമ്മുടെ അക്കോമഡേഷൻ നോക്കണം, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള എക്സ്പെൻസ് നമുക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ എൻ്റെ എക്സ്പെൻസ് മൊത്തം ഞാൻ മീറ്റ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഇയർ മുതൽ, അതായത് ഫസ്റ്റ് സെം ഞാൻ കോളേജിൽ വന്ന മൊമെൻറ്റ് മുതൽ വന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന എക്സ്പെൻസ് എല്ലാ കാര്യവും ഞാനാണ് ഡീൽ ചെയ്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തു പറയുമ്പം ഐ ആം റിയലി ഹാപ്പി. അതിൻ്റെ ശരിക്കുള്ള ഫീലിങ്സ് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാൽ, ഞാൻ പൊതുവേ ഒരു പഠിക്കാൻ അത്ര ഇൻട്രസ്റ്റഡ് ഉള്ള ആളല്ല. എൻ്റെ ഇപ്പോൾ PG കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് വലിയ മാർക്കില്ല, പക്ഷെ ഭയങ്കര മോശം മാർക്കില്ല, ടോപ്പിലും അല്ല എന്നാൽ നല്ല താഴെയല്ല, അങ്ങനത്തെ രീതിയിൽ ഒരു മിഡിൽ എപ്പോഴും ഞാൻ മിഡിലില്ല നിൽക്കൽ, ആ ഒരു ലെവലിലാണ്. പക്ഷെ അത്രയും മോശമല്ല, അത്യാവശ്യം ടോപ്പിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന മാർക്കിൽ തന്നെയാണ് ഞാൻ ഇപ്പം എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവേ ഞാൻ എന്താ പറയുക, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു 10ാം ക്ലാസ് +2 സമയത്ത് തന്നെ എനിക്ക് റിയലൈസ് ആയതാണ് ഞാൻ പഠിക്കുന്നതിൽ അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല എന്നുള്ളത്. പൊതുവെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിലവർ പറയും. പക്ഷെ ചില ആൾക്കാരുണ്ട് നല്ല ഇഷ്ടമാണ് അവർക്ക് പഠിക്കാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കാൻ തിയറി ബേസ്ഡ് പോണാട്ടിലും ഞാൻ കൂടുതലും ഇൻട്രസ്റ്റഡ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റിലാണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ ഒന്നും എനിക്ക് പഠിക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതൊരു രസം പോലെ എടുക്കുക. അതിപ്പോൾ പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറി ആണെങ്കിലും എനിക്ക് അതൊരു രസമായിട്ട് ഇങ്ങനെ തോന്നില്ലായിരുന്നു. ഫുൾ കളി മൂഡായിരുന്നു അന്ന്. പക്ഷെ +2 ഒക്കെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആളാണ്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. അതിന് മാത്സ് അങ്ങനെയല്ല. എനിക്ക് ഞാൻ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഷുവറായി എനിക്ക് ഫോട്ടോഗ്രാഫി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പഠിക്കണം. മറ്റെങ്ങനെ എഴുതി പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാതായി.
തിയറീസ് എഴുതിയിട്ട് പഠിക്കുന്നത് ഇഷ്ടമായി. എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പഠിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൾട്ടിമീഡിയ എടുത്തത്. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ എന്തിനാ പഠിച്ചിട്ട്, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ തോന്നിയിട്ട് എനിക്ക് ഡിഗ്രി മതി എന്നുള്ള മൈൻഡായിരുന്നു. അപ്പം പി ജി എന്നുള്ള സാധനം എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ആലോചിച്ച് ഞാൻ എങ്ങനെ പി ജി ചെയ്യും, നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും, എങ്ങനെ അത് ഡീൽ ചെയ്യും എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഓക്കെ വേണ്ട, പി ജി ചെയ്യേണ്ട, എന്നെ കൊണ്ട് പറ്റൂല അങ്ങനത്തെ ഒരു സാധനം വന്നപ്പോൾ. കാരണം എനിക്ക് എന്തായാലും അവിടെ പോയി പഠിക്കുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസസ് ഉണ്ടാവും. അതും ഞാൻ ആഗ്രഹിച്ച കോഴ്സിന്, ഞാൻ ആഗ്രഹിച്ച സബ്ജക്റ്റ്, ഞാൻ ആഗ്രഹിച്ച ഫീൽഡ് ഇതൊക്കെ കിട്ടണമെങ്കിൽ നല്ല എക്സ്പെൻസ് ഉള്ള കോഴ്സാണ് എൻ്റേത്. അപ്പോൾ എനിക്കിങ്ങനെ ഓക്കെ വെറുതെ എന്തിനാ 2 വർഷം ഇതിനെ റിലേറ്റഡ് ഇപ്പം ജേർണലിസം എടുക്കുകയാണെങ്കിൽ എനിക്കത് എടുക്കാം, വലിയ ഫീസില്ലാത്ത കോളേജിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാം. എനിക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്കൊക്കെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കോളേജിൽ കിട്ടാം പോസ്റ്റ് ഗ്രാജുവേഷൻ, അതും ജേർണലിസത്തിന്. പക്ഷേ എനിക്ക് ജേർണലിസം ആ ഒരു റിലേറ്റഡ് ഏരിയ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോൾ വെറുതെ 2 വർഷം അതും പഠിച്ച് പിന്നെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, വെറുതെ ഇരുന്നിട്ട് ആ ഒരു 2 വർഷം ഞാൻ അത്രയും പൈസ ഉണ്ടാക്കാൻ, പൈസ കറക്റ്റ് ആ എക്സ്പെൻസ് ഡീൽ ചെയ്യാൻ പറ്റാതെ ഞാൻ ഇടങ്ങേറാവേണ്ട സിറ്റുവേഷൻ വന്നാലോ എന്നൊക്കെ അതും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പഠിക്കാനാവില്ല, അതാണ് കോർ. ഓക്കെ, അതാണ് മെയിൻ. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓക്കെ പണിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ നല്ലൊരു ചില്ലറ പരിപാടിക്കൊക്കെ ഇങ്ങനെ പോകും. ഈ ഫോട്ടോ എടുക്കാൻ പോവുക, അസിസ്റ്റൻ്റായിട്ട് പോവുക, ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാൻ പോവായിരുന്നു. കാരണം ഞാൻ +2 ഒരു കൊറോണ സമയത്തായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഒരു കൊറോണ ബ്രേക്കിൽ ഞാൻ അധികം ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതും ഫോട്ടോഗ്രാഫിയിൽ ഫോക്കസ് ചെയ്തതൊക്കെ അപ്പോഴായിരുന്നു. അപ്പോൾ എനിക്കിത് കഴിഞ്ഞപ്പോഴത്തേനും ഫോട്ടോഗ്രാഫിൻ്റെ ഒരു ബേസിക് എങ്കിലും അറിയായിരുന്നു. പിന്നെ ഞാൻ ചൂസ് ചെയ്ത സബ്ജക്റ്റ് മൾട്ടിമീഡിയ ആയതുകൊണ്ട് ഓക്കെ എനിക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിലി ഞാൻ വർക്ക് ചെയ്ത ഒരു ടൈമായിരുന്നു ആ സമയത്ത് കേട്ടോ. എന്നിട്ട് എനിക്ക് ആ ഒരു പൈസ കിട്ടുമ്പോൾ അത് വെച്ചിട്ടും ഞാൻ എൻ്റെ ഡിഗ്രീൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ പേരൻസ് ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ അങ്ങനെ പൈസ കിട്ടുകയാണല്ലോ, ഓക്കെ വർക്ക് ചെയ്തിട്ട് പൈസ കിട്ടുന്നത് കണ്ടപ്പോൾ അതും കൂടി ആവാം, പിന്നെ പഠിക്കാനാവാത്തതും കൂടി ആവാം, ഞാൻ പി ജിക്ക് പോവാണ്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പി ജി എടുക്കാതെ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ അപ്ലൈ പോലും ചെയ്തില്ല. പക്ഷെ CUT എഴുതിയിട്ടോ, ശരി CUT എഴുതി, എൻ്റെ ഫ്രണ്ട്സൊക്കെ എഴുതിയോണ്ട് ഞാനും എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പം കുറേ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് അവർക്കൊക്കെ കിട്ടി. പക്ഷെ എനിക്ക് മാർക്ക് കുറവല്ലേ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പോൾ കൊടുത്തില്ല. കാരണം ഒന്നാമത് ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഇതിന് കൊടുക്കണമെങ്കിൽ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അതായത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം, അതിന് മുന്നേ നമ്മൾ ഓരോ കാര്യത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പൈസ കൊടുക്കണം. അങ്ങനെ വന്നപ്പോൾ എനിക്കത് സെറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ പോണ്ട, അങ്ങനത്തെ ഒരു ഡീലിംഗ് ആയിട്ട് ഞാൻ വർക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്തു, കുറേ കാലം വെറുതെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് മുരടിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും എനിക്കൊരു വർക്ക് കിട്ടി. അങ്ങനെ ഞാനൊരു കമ്പനിയിൽ വർക്കിന് പോയി. അതൊരു കമ്പനി എന്നല്ല, അവരും സ്റ്റാർട്ടിങ് ആയിരുന്നു, ഞാനും സ്റ്റാർട്ടിങ് ആയിരുന്നു, മൊത്തത്തിലൊരു ഫ്രഷർ മയം. അവരെ കമ്പനിയും സ്റ്റാർട്ടിങ് ആയിരുന്നു. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഇത് ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതായപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത് വേറെ ജോബിന് കയറി. ആ ജോബായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും, ഞാൻ എൻ്റെ പി ജി പോവാനുള്ള തീരുമാനം വരെ എടുത്തത് ഞാൻ അവിടെ നിന്നായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല ഈ വർക്ക് ലൈഫ് എനിക്ക് മനസ്സിലായത് അവിടെ നിന്ന്. ഒന്നാമത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ്. ഞാൻ പിന്നെ ഫ്രഷറാണ്. എനിക്ക് ഈ വലിയ കുറേ സംഭവങ്ങളൊന്നും തലയിൽ വെക്കാനുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ആ ജോബിന് കയറി. എനിക്ക് രാവിലെ നേരത്തെ പോയിട്ട് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം വരും. അത്രയും ബുദ്ധിമുട്ടിയ 2 മാസമായിരുന്നു. 2 മാസം അവിടെ നിന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ 2 മാസം ഞാൻ അത്രയും എൻ്റെ ഏറ്റവും വേസ്റ്റ് ടൈം കണ്ടത് ഞാൻ ആ സമയത്താണ്. അത്രയും എടങ്ങേറായൊരു മൊമെൻ്റ് ആയിരുന്നു ആ സമയം. ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഓഫീസിൽ പോവേ. രാവിലെ ഒന്നാമത് നല്ല ദൂരമുണ്ട് എനിക്ക് ഓഫീസിലെത്താൻ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ് കയറി കഷ്ടപ്പെട്ട് അവിടെ എത്തും.
സ്വാഭാവികം, എല്ലാവരും അങ്ങനെയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് ചില അത്രയും ദൂരം പോയി അവിടെ എത്തി രാവിലെ ഞാൻ ആ സിസ്റ്റത്തിൻ്റെ മേലെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ആരോടെയും സംസാരിച്ചാലായി. പിന്നെ വൈകുന്നേരം പുറത്തിറങ്ങും. അതന്നെ എനിക്ക് നാട്ടിലേക്ക് ഒറ്റ ബസ്സാണ്, എൻ്റെ നാട്ടിലേക്ക് ഒറ്റ ബസ്സാണ്. അപ്പോൾ ഈ ബസ് ഒരു ടൈം വരെയുള്ള കഴിഞ്ഞ ഈ ബസ്സില്ല. അപ്പോൾ ഈ ബസ് കിട്ടണേന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ബസ് കയറി 2 ബസ് കയറണമല്ലോ. അപ്പോൾ ആദ്യത്തെ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് ഞാനൊക്കെ എൻ്റെ ബസ് പോകും. ഒരു ബ്ലോക്ക് വന്നാൽ പോയി, എൻ്റെ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിക്കുക എന്നും അത് പോസിബിൾ അല്ല. എൻ്റെ മന്ത്ലി സാലറി കൊടുത്താലേക്ക് ഓട്ടോ വിളിക്കൽ എന്താ പറയുക, അത് എന്നും എടുക്കുമ്പോൾ അത് ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും. അപ്പം എനിക്ക് അതിലൊരു ലാഭം, നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണല്ലോ. അതുമില്ല, മൊത്തത്തിൽ സ്ട്രെസ്സ്, ഇടങ്ങാറ് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ഈ ഈവനിങ് ആവുമ്പോൾ ഓക്കെ, ചില ദിവസം ബസ് പോവും, ചില ദിവസം ബസ് കിട്ടും, അങ്ങനെയൊക്കെ ആയി. ചില ബസ് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. ഈ പോകുന്ന ഓട്ടോസ് ഉണ്ടാവില്ല, ഓൾറെഡി അവരവരെ നാട്ടിലേക്ക് പോവുക, അങ്ങനെയൊക്കെ പോകുന്ന ഓട്ടോസ് ഉണ്ടെങ്കിൽ അത് കിട്ടിയാൽ മാത്രം അതന്നെ ലക്കാണ്. എന്നിട്ട് ഞാനൊരു രാത്രിയൊക്കെ ആവും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോടും മിണ്ടൂല. ഞാൻ വന്നിട്ട് വീണ്ടും കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, എന്നിട്ട് വന്നിട്ട് എൻ്റെ ബാക്കി ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പോൾ ക്രിയേറ്റീവായിട്ടൊന്നുമില്ല, ഫോണിൽ കളിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഇതായിരുന്നു എൻ്റെ പരിപാടി. വീട്ടിൽ ആരോടും അങ്ങനെ ഓവർ സംസാരിക്കൂല, അങ്ങനെയൊക്കെ ആയി. അത് ഞാൻ തന്നെ എന്താ പറയുക, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്നറിയില്ല, അങ്ങനെയല്ല, ഞാൻ അറിയില്ല സംഭവം, ഞാൻ ആരോടും മിണ്ടുന്നില്ല എന്നൊന്നും എനിക്ക് അറിയണില്ല, അങ്ങനത്തെ മൈൻഡായിരുന്നു എൻ്റെ ആ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ സ്റ്റക്കാണെന്നുള്ളത് ഞാൻ ചില ദിവസം രാത്രി വന്നിട്ട് ഒരേ കരച്ചിലേക്കാരും. കാരണം ചില ദിവസം ഭയങ്കര ചീത്തട്ടും ഡിസൈന് എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്ക് നല്ല ചീത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവിടെ നല്ല കൊളീഗ്സ് ഉണ്ടായിരുന്നു. നമുക്ക് നല്ല എൻ്റെ ക്യാബിലാണെങ്കിലും നമുക്ക് സംസാരിക്കാനും ഭയങ്കര ഹാപ്പി ടൈം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊരിക്കലും പറ്റൂലായിരുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ഓഫീസ് ജോലി പറ്റൂല എന്നുള്ളത്. അങ്ങനെ ഞാൻ 2 മാസം നിന്നോളൂ. പിന്നെ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റൂല, പൊതുവെ 2 മാസം കൊണ്ടൊന്നും പറ്റൂല. കാരണം എനിക്ക് ആദ്യമുള്ളൊരു സാധനമാണത്. എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്, എനിക്ക് ഇടങ്ങാറാവുന്നുണ്ട്, എന്നെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ട്, ഇതെനിക്കൊരു നെഗറ്റീവ് എനർജിയാണ് ഇവിടുന്ന് സ്പ്രെഡ് ആവുന്നതെന്ന് കണ്ടാൽ ഞാൻ പിന്നെ അവിടെ നിൽക്കൂല. ഞാൻ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് നോക്കൽ. അത് പൊതുവെ ഏത് കാര്യത്തിലായിക്കോട്ടെ, അത് ജോബ് എന്നുള്ളതല്ല, എൻ്റെ ലൈഫിലെ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, ഈ നെഗറ്റീവ് പീപ്പിൾ, നെഗറ്റീവ് സിറ്റുവേഷൻ, നെഗറ്റീവ് എനർജി ഇതുള്ള ആൾക്കാരെടുത്ത് ഞാൻ നിൽക്കുകയില്ല. ഞാനത് ചിലപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്തിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങി പോവുക. കാരണം ചിലപ്പോൾ അവരെ ഡീൽ ചെയ്യാൻ അതല്ലാതെ വേറെ വഴിയില്ല എന്ന് എനിക്ക് തോന്നിയുണ്ട്. അതായത് ഇങ്ങനത്തെ നെഗറ്റീവ് എനർജി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ചില ആൾക്കാർ അതിനി നമ്മളെത്ര അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ആ ഒരു ബന്ധം വെച്ചിട്ട് നമ്മളെ യൂസ് ചെയ്യും. ആ ബന്ധം വെച്ചിട്ട് നമ്മളെ ഈ നെഗറ്റീവ് എനർജി നമുക്കും കൂടി തരും. അങ്ങനത്തെ ആൾക്കാരെടുത്ത് ഞാൻ നിൽക്കലേ. ചിലപ്പോൾ എനിക്ക് ഷൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അധിക സിറ്റുവേഷനിൽ ഞാൻ ഷൗട്ട് ചെയ്തിട്ടാണ് അങ്ങനത്തെ ആൾക്കാരെ ഒഴിവാക്കൽ. കാരണം അല്ലാതെ വേറെ വഴിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചിലപ്പോൾ കണ്ടറിഞ്ഞിട്ട് മാറിക്കണവരുണ്ടല്ലോ, അതൊക്കെ ഞാൻ പ്രൗഡ്, അവരോട് ഞാൻ താങ്ക്സ് എന്ന് പറയും. പക്ഷെ ചില ആൾക്കാർ അവർ കണ്ടറിഞ്ഞാലും മനസ്സിലായാലും നമ്മൾ ആ ബന്ധം വെച്ചിട്ട്, നമ്മുടെ ഒരു കണക്ഷൻ വെച്ചിട്ട് അതങ്ങോട്ട് യൂസ് ചെയ്യും ഒരു ഉളുപ്പില്ലാണ്ട്. അയ്യോ, ഞാൻ ഭയങ്കര ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യും. അപ്പം അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ഡീൽ ചെയ്യൽ ഇങ്ങനെയാണ്. ചിലപ്പോൾ അത് നെഗറ്റീവ് ഡീലിംഗ് ആയിരിക്കാം, അതൊരു നല്ലൊരു ഡീലിംഗ് ആവണമെന്നില്ല. പക്ഷേ എന്നെ കൊണ്ട് ഇപ്പം അതൊക്കെ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെയാണ് ഒഴിവാക്കുന്നത്. അപ്പം ഈ നെഗറ്റീവ് എനർജി കൂടുതൽ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 മാസം കൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി. എനിക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ഒരു മൊമെൻറ്റിലാണ് എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ അത്രയും എൻ്റെ വേസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, എൻ്റെ വേസ്റ്റ് സൈഡ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അത്രയും ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ആ 2 മാസത്തിലാണ്. ഞാൻ കണ്ടിട്ടുള്ളത് ആ 2 മാസത്തിലാണ്. എൻ്റെ അടുത്തുള്ളവർ, എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് വിളിച്ചിട്ട് കരയിലൊക്കെ അവരടുത്താണ്. കാരണം
അത്രയും ഞാൻ പൊതുവെ ഇങ്ങനെ എല്ലാവരും മുന്നിലും ഓവർ കരയുന്ന ആളല്ല. കാരണം ഞാൻ അത്രയും എൻ്റെ അടുത്ത് അടുപ്പുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാൻ കരയുകയുള്ളൂ. അതിന് വളരെ റയറാവും, ഒന്നോ രണ്ടോ, അതിലപ്പുറത്തേക്ക് ഞാൻ ആരുടെ മുന്നിലും ഞാൻ എന്ത് വന്നാലും ഞാൻ നിൽക്കും. അപ്പോൾ പക്ഷേ എൻ്റെ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ അത്രയും ബാഡ് സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയൊക്കെ വന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുക, ഞാനിനി എന്ത് ചെയ്യും. അതൊരു ഗ്രാജുവേഷൻ ടൈം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ +2 കഴിഞ്ഞാലൊക്കെ കുറേ ആൾക്കാർക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ് അത്. ഇപ്പം ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന CUT-നെ കുറിച്ചിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് മെസ്സേജൊക്കെ വരലുണ്ട്, എൻ്റെ കോഴ്സ് ഇങ്ങനെ കഴിഞ്ഞു, ഇന്നത് കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോട് ഇങ്ങനെ ചോദിക്കും ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ ആ സെയിം സിറ്റുവേഷനിൽ ഇപ്പോൾ വരെ നിൽക്കണത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതെനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ സ്റ്റക്കായി നിന്നിട്ടാണ് ഞാൻ പിന്നെ ജോബിന് പോയതും PG എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ ഈ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്ത സമയത്തും എനിക്കിങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സാധനം വന്നു. ഇനി ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ജോബിന് പോകാൻ പറ്റണില്ല. കാരണം എനിക്കത് വെറുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാണ്ട്. നമ്മൾ അത്രയും ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു ഓഫീസ് സെറ്റപ്പിലേക്ക് ഇനി ഓഫീസിൽ ജോബ് ചെയ്യാറ് ഇപ്പോഴും എനിക്കത് പറ്റൂല. കാരണം ഞാൻ ഇപ്പോഴും ഒരു ജോബിന് കൊടുക്കുമ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിലാണ് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഞാൻ എൻ്റെ പഴയ കാലങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഇതിലാണ്. സോറി, ഞാൻ കട്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ എന്തിനാ നമ്മൾ പറഞ്ഞത്, വെറുതെ ഇരിക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ ടെൻഷനായിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കും. അവൾക്കൊക്കെ ജോബുണ്ട്. അപ്പം ഞാനിനി എന്താടി എന്താ ചെയ്യുക എനിക്കറിയില്ല ആ ഒരു സിറ്റുവേഷനിൽ. കാരണം നമ്മൾ ആ 2 മാസം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നില്ല. 2 മാസം എന്നല്ല, ഞാനൊരു എൻ്റെ ഡിഗ്രി +2 കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ചെറിയ വർക്കിനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ അല്ല, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ ഈ ജോബ് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കണമല്ലോ പൈസ. കാരണം എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, അതിന് മാത്രം അവർ തരിക എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ കുറച്ച് കാലം പോയത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിക്കും പൈസ എന്നുള്ളൊരു സാധനം വന്നു, അതായത് എൻ്റെ പാരൻസിനോട്. അപ്പോൾ ഞാൻ നേരെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ വർക്ക് ചെയ്യാൻ പോയത്, അതിന് മുന്നിലും കുറേ കഥകളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്നും ഞാൻ പറയണില്ല, നീണ്ടു പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിയിൽ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കുറേ പോയി. ആ സമയത്തും എനിക്ക് അത്യാവശ്യം എമൗണ്ടൊക്കെ കിട്ടിയിട്ട് അത് വെച്ചിട്ട് ഞാൻ ഡീൽ ചെയ്തു. അതൊരു പ്ലസ് പോയിൻ്റാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ അന്ന് ഫോട്ടോഗ്രാഫി ചൂസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. അതായത് ജോബ് ക്വിറ്റ് ചെയ്ത് വന്നപ്പോഴും എനിക്കിനി എന്ത് ചെയ്യും എന്നുള്ള ആ സ്റ്റക്കിങ് മൊമെൻറ്റിൽ ഡിപ്രഷനിലേക്ക് പോവാതെ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കും, അപ്പോൾ അവൻ പറയും പോരുന്നോ, വർക്ക് ഉണ്ട് പോരുന്നോ എന്ന് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അസിസ്റ്റൻ്റായിട്ടും കുറച്ച് ടൈം പോയി. അങ്ങനെ കുറേ വർക്ക് ആ ടൈമിലും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഇത് മാത്രം എപ്പോഴും നമുക്ക് ഫോട്ടോഗ്രാഫി വർക്ക് കിട്ടൂല. അസിസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് അത്ര പൈസയും കിട്ടൂല, ഒരു ലിമിറ്റ് ഉണ്ടായിന്. അപ്പം എപ്പോഴും ജോബ് കിട്ടുകയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ എപ്പോഴും ഈ ഒരു വർക്ക് ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ അങ്ങനെ ആലോചിക്കും, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് എനിക്കൊരു വർക്ക് ഫ്രം ഹോം കിട്ടിയത്. ആ സമയത്ത് തന്നെ ഞാൻ CUT എഴുതി. ഓക്കെ, ഞാൻ ജോബ് ക്വിറ്റ് ചെയ്ത് വന്ന സമയത്ത് തന്നെ ഞാൻ CUT എഴുതിയിരുന്നു. എന്നിട്ട് CUT എഴുതി എനിക്ക് CUT എഴുതി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട്, 1 മന്ത് അത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നിട്ട് ഞാൻ ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, എല്ലാ യൂണിവേഴ്സിറ്റിക്കും അപ്ലൈ ചെയ്തു. PGക്ക് പോകാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രഷർ മൊമെൻറ്റിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ എഡ്യൂക്കേഷൻ്റെ വാല്യൂ, ആ ടൈമിൽ കിട്ടുന്ന സുഖം നമുക്ക് പിന്നെ എവിടെ നിന്നും കിട്ടൂല എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു വർക്ക് ഹാർഡ് സമയത്തായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും കൂടി ഞാനൊന്ന് സ്റ്റേബിൾ ആവാണ്ടെന്നൊക്കെ എനിക്ക് തോന്നി. ഒന്നും കൂടി എനിക്ക് പൊതുവെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഒരു
ആം, കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ സംസാരിക്കാനും ആയിക്കോട്ടെ, എന്തോ ഒരു സാധനം, എൻ്റെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരുത്താൻ ഒരു പേടിയുള്ള ആളായിരുന്നു. പേടി എന്ന് പറയാം, ഓക്കെ, അതൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ വിടണം, ഇങ്ങനത്തെ സാധനമൊക്കെ വന്നു തുടങ്ങി. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നും ഇങ്ങനെ ആയിപ്പോവും തോന്നിയ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, ഞാൻ പുറത്ത് പോയിട്ട് പഠിക്കാം. അതിനിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എനിക്ക് യൂണിവേഴ്സിറ്റീൻ്റെ ബെറ്റർ സാധനമൊന്നും നോക്കണ്ട, എനിക്ക് കൂടുതൽ മലയാളീസ് ഒന്നും ഇല്ലാത്ത, ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. എനിക്ക് അങ്ങനെ ഒരു ചലഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാമത് CUT എഴുതിയതും പിന്നെ PGക്ക് പോകാനുള്ള ഒരു ഇത് എടുത്തതും. അങ്ങനെ PGക്ക് അഡ്മിഷൻ കിട്ടി, ഹിമാചൽ ചൂസ് ചെയ്തു. ഞാൻ കുറേ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് അതിൻ്റെ അഹങ്കാരം തീർത്തതാന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു 5-6 യൂണിവേഴ്സിറ്റി ഞാൻ കൊടുത്തു, ഓക്കെ. അപ്പം അത്രയും യൂണിവേഴ്സിറ്റി ഞാൻ കൊടുത്തിരുന്നു. അത് കുറേ ആണ്, എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓക്കെ. അപ്പോൾ അത്രയും യൂണിവേഴ്സിറ്റി ഞാൻ കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് അതിലാണ് ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് വരും, അപ്പോൾ കോള് വരും, ഇമെയിൽ വരും. ആ ഇമെയിലിൽ നോക്കുമ്പോൾ എനിക്ക് കുറേ യൂണിവേഴ്സിറ്റി കിട്ടി. അപ്പോൾ ചില യൂണിവേഴ്സിറ്റി ഞാൻ കുറേ നോക്കി കാശ്മീരാണ് എനിക്ക് പിന്നെയും ഓക്കെ, ഇവിടെ ആകുമ്പോൾ കുറേ കൂടി മഞ്ഞ് കാണാം, വേറെ തന്നെ ഒരു ലോകം പോലെ ഫീൽ ചെയ്യും എന്നൊക്കെ വെച്ചിട്ട് കാശ്മീർ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നാണ് ഹിമാചൽ കിട്ടിയത്. അപ്പോൾ ഹിമാചലിക്കാണ് ഒന്നും കൂടി എത്തിപ്പെടാൻ ഈസി എന്ന് ഞാൻ അന്വേഷിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ഹിമാചൽ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഹിമാചൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. അത് യൂണിവേഴ്സിറ്റീൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടോ ഒന്നുമല്ല, ഫീസ് കുറവ്, അത് നിർബന്ധമായിരുന്നു, കാരണം ഞാൻ തന്നെ മാനേജ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഹിമാചൽ ചൂസ് ചെയ്തത്. അവിടെ എത്തി ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഒറ്റ മലയാളി ഇല്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ആ ഒറ്റപ്പെടലിൻ്റെ സാധനം മനസ്സിലാക്കിയത്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒറ്റയ്ക്ക്, പിന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിന് പൊതുവേ ചില ആൾക്കാർക്ക് സൗത്ത് ഇന്ത്യൻസ് നമ്മുടെ റിലീജിയൻ അങ്ങനത്തെ സാധനമൊക്കെ നോക്കും. ഇങ്ങനൊരു മനുഷ്യന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുറച്ച് ആൾക്കാർ കേട്ടോ, എല്ലാവരും അല്ല, നല്ല അടിപൊളി ജമ്മായിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട്, അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ചില ആൾക്കാർ എനിക്ക് മനസ്സിലാവാത്ത, അവർക്ക് എങ്ങനെയാണ് നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ ഇതൊക്കെ നോക്കിയിട്ട് നമ്മളെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെ ഒരു മനുഷ്യന് പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിക്കേണ്ടായിരുന്നു. പക്ഷെ അവർ അങ്ങനെ കളിയാക്കും. നമ്മളെ നാട്ടിൽ നമ്മൾ കച്ചറയിടുമ്പോൾ എന്തെങ്കിലും തെറി വിളിക്കുമ്പോൾ തന്നെ ഞാനിവിടെ തെറികൾ പറയുന്നില്ല, നമ്മൾ ഒരു ആൾക്ക് അത്രയും വേദന ആവില്ല എന്ന് തോന്നുന്ന തെറികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടാണ് പോവുക. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ തെറി വിളിക്കൽ, ഇവർ ബുള്ളി ചെയ്യുക കാസ്റ്റ് വെച്ചിട്ട്, റിലീജിയൻ വെച്ചിട്ട്. പക്ഷെ എൻ്റെ മേത്തേക്ക് വരുന്നതൊക്കെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഇൻഡയറക്റ്റ്ലി കുറേ വന്നിട്ടുണ്ടെങ്കിലും ഞാനത് ഫസ്റ്റ് മൊമെൻറ്റിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി, ഒന്നാമത് നമ്മൾ കേരളത്തിൽ നിന്ന്, പിന്നെ ഞാൻ ഒന്നാമത് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇൻട്രസ്റ്റ് ആയി, ഒന്നും കൂടി ക്രിയേറ്റീവായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന ആളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടി സ്കില്ലുള്ള ആൾ എന്നുള്ളൊരു സാധനം. കാരണം അവിടെ പോകുമ്പോൾ അവരധികം പഠിക്കുക, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ്, അവർ ഫോക്കസേ ചെയ്യില്ല. ഞാൻ ന്യൂ മീഡിയ എടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും പ്രാക്ടിക്കലി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ അവിടെ. അപ്പം കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്നൊക്കെ അതേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ തിയറി റിലേറ്റഡ് ആയിട്ട്, അതായത് ഇവർ ഇങ്ങനെ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു സാധനമൊന്നുമില്ല, അതായത് ഈ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നെ കണ്ടപ്പോൾ അവർക്ക് അതൊരു ഇതായിട്ടും തോന്നിയിരുന്നു. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടും കൂടി ആയിരിക്കും മേ ബി അവരെന്നെ ഓവർ ഹരാസ് ചെയ്യാൻ. കാരണം ഇൻഡയറക്റ്റ്ലി കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബട്ട് ഡയറക്റ്റ്ലി എനിക്കങ്ങനെ വന്നിട്ടില്ല. റിലീജിയൻ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഡയറക്റ്റ്ലി ഇങ്ങനെ പറയുന്നതും, ഡയറക്റ്റ്ലി അവർ മുഖത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സാണ്, എത്ര പോലും നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ്, അപ്പോൾ ആ ഒരു ഇതിൽ നിന്നിട്ട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നാമത് ഈ കാസ്റ്റ് ബേസ്ഡ് പേരായതുകൊണ്ട് ആ പേരിൽ നമ്മളോടൊക്കെ ചോദിക്കും എന്താ പേര്. അപ്പം ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ സൈല എന്ന് പറയുമ്പോൾ സൈല, ബാക്കി എന്താ അവർക്ക് ബാക്കി അറിയണം. കാരണം ഇവരെ പേരുമ്മിൽ അവരെ കാസ്റ്റ് നെയിം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഒറ്റ പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ പേരിനൊക്കെ ഭയങ്കര ഇഷ്ടമായത് അവിടെ എത്തിയതിനു ശേഷം. എനിക്ക് അതുവരെ എൻ്റെ പേരൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ ഒരു സാധനം, കാരണം
ഇവർ സഹല ബാക്കി പറയും, ബാക്കിയില്ല എന്നറിയാം. അപ്പം ഞാൻ ബാക്കിയില്ല, അത്രേ ഉള്ളൂ, വാലൊന്നും ഇല്ല എന്നറിയും. അപ്പോൾ ഇവർക്ക് ബാക്കി പേരുണ്ടെങ്കിൽ ഇവർ ഏതാണ് കമ്മ്യൂണിറ്റി, ഏതാണ് ടീം, അങ്ങനത്തെ രീതിയിലൊക്കെ അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർക്കറിയാം എങ്ങനെ ആളെ കളിയാക്കണം, എങ്ങനെ ആളെ ബുള്ളി ചെയ്യണം എന്ന്. എന്നിട്ട് ആളെ കാസ്റ്റ് വെച്ചിട്ട് ബുള്ളി ചെയ്യും. അതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും ഞാൻ ഗ്രൂപ്പിലാണെങ്കിൽ അവരങ്ങനെ സംസാരിക്കും, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ വില്ലേജ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ സ്റ്റേറ്റ് വെച്ചിട്ട് ഒക്കെ ബുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഡയറക്റ്റ്ലി അങ്ങനെ വന്നിട്ടില്ല, ഇൻഡയറക്റ്റ്ലി പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്നെ മോൾഡ് ചെയ്യാനും അതൊരിക്കലും ഞാൻ നല്ലതാണെന്ന് പറയില്ല, അതെപ്പോഴും അത്രയും ഇടങ്ങാറുള്ള പരിപാടിയാണ്. ഞാനപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് വരുന്നവരോട് എന്നെ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും, അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ പറയലുണ്ട്. അപ്പോൾ ഞാൻ അത് ഡയറക്റ്റ്ലി ഒന്നും ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല, കാരണം അത് ചില ആൾക്കാരെ പ്രശ്നമാണ് എന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ല. വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ. പക്ഷേ അത്രയും നല്ല ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ബെസ്റ്റ് ടീച്ചേഴ്സിനെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും നമുക്ക് അങ്ങനത്തെ ഫീല് പോലും ചെയ്യില്ല. അങ്ങനെയൊക്കെ പോയൊരു സിറ്റുവേഷൻ, അതാണ് എൻ്റെ ഈ 2 വർഷം. ഓക്കെ, അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. എത്ര പോലും അത് മാറ്റി വെക്കാൻ പറ്റില്ല. എനിക്ക് ഇൻഡയറക്റ്റ്ലി ആണെങ്കിലും എനിക്ക് വിഷമം. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നല്ല റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലാംഗ്വേജ് ബാരിയർ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ ഇംഗ്ലീഷ് വെച്ചിട്ട് ഒപ്പിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുറേ ഫിലിംസ്, കേരള സ്റ്റോറീൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് തന്നെ അതായിരുന്നു കേട്ടോ ഫേസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ തിരിച്ച് നല്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം പക്ഷെ എനിക്ക് ഫസ്റ്റ് സമയം ഒരു ഇതുണ്ടായിരുന്നു, ബട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് കിട്ടും എന്ന് അറിയുമ്പോൾ പിന്നെ അധികം കോമഡിക്ക് നിൽക്കൂല അവർ എന്ന് കരുതി ഓവർ ഇതാക്കാനും പാടില്ല. കാരണം എത്ര പോലും നമ്മൾ വേറെ നാട്ടിലാണ് നിൽക്കുന്നത്, നമ്മുടെ നാട്ടിലല്ല. അതിൻ്റേതായ ചില സാധനങ്ങളുണ്ടാവും, ചില സ്ഥലത്ത് സൈലൻ്റ് ആവേണ്ടി വരും. കാരണം നമ്മളെ സേഫ് ആക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ക്ലാസ്സിന് പോകലുള്ളായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എൻ്റെ വർക്ക് മാനേജ് ചെയ്യണം. പിന്നെ യൂട്യൂബ് ഉണ്ട്, പക്ഷേ യൂട്യൂബിനായിട്ടിലും ഫോക്കസ് ചെയ്ത് ഞാൻ വർക്കും എൻ്റെ എഡ്യൂക്കേഷനും ആയിരുന്നു. അപ്പോൾ എപ്പോഴേലും ക്ലാസ്സിന് പോവും, എപ്പോഴേലും എന്നല്ല, മെയിൻലി ഫ്രൈഡേ ഞാൻ എന്നും പോവായിരുന്നു. ബട്ട് ചില സമയത്തൊക്കെ രാവിലെ മാത്രം പോയിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരും. പിന്നെ എൻ്റെ സാർമാർക്കൊക്കെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ എൻ്റെ അക്കാഡമിക്സ് നോക്കുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ അവരങ്ങനെ അധികം സ്ട്രെസ് ചെയ്തിട്ട് ഇതാക്കൊന്നുമില്ല. പിന്നെ എക്സാമിന് അത്യാവശ്യം മാർക്കുള്ളതുകൊണ്ട് പിന്നെ വലിയ ഇടങ്ങേറാക്കൽ അവർ ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതും മാനേജ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് മാനേജ് ചെയ്തു. പിന്നെ കുറേ ട്രിപ്പ് പോയി. എൻ്റെ കുറേ നല്ല നല്ല മെമ്മറീസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ആഗ്രഹിച്ച് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചില സംഭവങ്ങളൊക്കെ പുറത്ത് വന്നത് അവിടെ പോയതിന് ശേഷമാണ്. പിന്നെ എനിക്ക് നമുക്ക് സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അത് കുറച്ചെങ്കിലും ഉണ്ടായത് അവിടെ വന്നിട്ടാണ്. പിന്നെ നമുക്ക് ഇംഗ്ലീഷൊക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതൊക്കെ എനിക്ക് അവിടെ പോയിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയാലും എത്രയും ഹാപ്പി ആയിട്ടുള്ളത്. മെയിൻലി ഞാൻ സ്വന്തക്ക് എൻ്റെ 2 വർഷം മാനേജ് ചെയ്തു. എൻ്റെ കംഫർട്ട് സോണ് വിട്ടു. ഒറ്റയ്ക്ക് നിന്ന് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് പഠിച്ചു. ഒറ്റയ്ക്ക് നിന്ന് ഞാൻ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും എൻ്റെ യൂട്യൂബ് മോണിറ്റൈസ് ആയതും യൂട്യൂബിൽ ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയതും ഒക്കെ എനിക്ക് അവിടെ പോയതിന് ശേഷമാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്നതിന് ശേഷമാണ്. ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്. അപ്പം കുറേ ഹാർഡ് മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്കിങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ഞാൻ തന്നെ അത് മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം ചില സമയത്തൊന്നും നമുക്ക് ചില ആൾക്കാർ നാട്ടിലൊക്കെ പോകുന്ന സിറ്റുവേഷൻ വന്നത്, കാരണം മലയാളീസ് വേറെ ക്ലാസ്സിൽ നമുക്ക് മലയാളീസ് ഉണ്ടില്ല എന്നല്ല, പക്ഷേ ചില സിറ്റുവേഷനിൽ അവർ നാട്ടിൽ പോകുന്ന സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോകലൊന്നും ചില സമയത്ത് നടക്കാറില്ല. ചില സമയത്ത് ഞാൻ പോവും, ചില സമയത്ത് വേറെ ആൾ പോവും, അങ്ങനെയൊക്കെ. ചില സമയത്ത് ആരും പോകില്ല, അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷനിൽ ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ ഒക്കെ അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ ട്രിപ്പ് പോകുന്ന അധികം ആൾക്കാരും ട്രിപ്പ് പോകുമായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ട്രിപ്പൊക്കെ കുറവ് പോവുക. കാരണം എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോകാനൊന്നും പറ്റില്ല. എനിക്ക് പോകുന്നതിന് മുന്നേ അതിന് പ്രിപ്പയർ ആവണം, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരും. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് പ്ലാൻ ചെയ്താൽ നാളെ പോകാം, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒരാഴ്ച മുന്നേ അത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ എടുക്കണം. എന്നാലേ എനിക്ക് വർക്കൊക്കെ ബേസ് ചെയ്തിട്ട് എനിക്ക് ട്രിപ്പിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ സിറ്റുവേഷനിലും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. നമ്മൾ റൂമിലായിക്കോട്ടെ, നമ്മളെ റൂംമേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ റൂംമേറ്റ്സും മലയാളീസ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചില സിറ്റുവേഷനിൽ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോവുക, ഇവിടുന്ന് അതൊന്നും ഇല്ലായിരുന്നു. എല്ലാത്തിനും ആൾ വേണം, എല്ലാത്തിനും നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും എനിക്ക് ഇവിടുന്ന് കിട്ടില്ല. കാരണം എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാണ്ടാവേണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് അങ്ങനെയല്ല. എൻ്റെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് നല്ല കുറവായിരുന്നു. പിന്നെ 2 വർഷവും ഞാൻ എൻ്റെ ഒരു ചിലവിനും ആരോടും ചോദിക്കാത്ത ഒരു മൊമെൻ്റ് വന്നപ്പോൾ അതും കൂടി എന്നെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേണി എന്ന് പറയണത്. ഇനി എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തീരൂല. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കൊന്ന് പുറത്ത് പോകണം, ഇതൊന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. സ്വന്തം ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കേക്കൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സെലിബ്രേഷൻ എന്ന് പറയണത്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. നോക്കാം, ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് വേറെ വീഡിയോയിൽ ആഡ് ചെയ്യെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് അത് ലെങ്തായി പോവും. അപ്പോൾ അതാണ് എൻ്റെ ഇത്രയും എനിക്ക് ഹാപ്പിനെസ് തരാൻ കാരണം. ഐ ആം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എന്നെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു തെണ്ടിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു സാധനത്തിലാണ് ഇപ്പോൾ. എന്നെ ട്രോളാൻ അങ്ങനത്തെ ആ ഡയലോഗില്ല, അതപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണം. എനിക്ക് എൻ്റെ കാര്യത്തിന് ഐ ആം പ്രൗഡ് എന്ന് പറഞ്ഞ് എന്നെ പൊക്കാൻ എനിക്ക് വേറെ ആരും ആവശ്യമില്ല എന്നുള്ളൊരു എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇനി അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.